ഹായ് ഫ്രണ്ട്സ്, നമ്മൾ അടുത്തൊരു ടോപ്പിക്കിലേക്ക് കടക്കുകയാണ്. പ്രൊജക്റ്റൈൽ മോഷൻ. ഇതിലാകെ ഈ 3 ഇക്വേഷനേ ഉള്ളൂ, അതൊന്ന് ഓർത്ത് വയ്ക്കുക. അപ്പം അതിനകത്തു നിന്നൊക്കെ വരാനുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഉള്ളൂ. പ്രൊജക്റ്റൈൽ മോഷൻ എന്ന് വെച്ചാൽ എന്താ? ഇത് ഗ്രൗണ്ട് ആണെങ്കിൽ നമ്മൾ ഇവിടുന്ന് എന്തെങ്കിലും ഒരു ബോളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം ഇങ്ങനെ മുകളിലേക്ക് എറിയുന്നു. കുറച്ച് കഴിയുമ്പം അത് താഴേക്ക് വീഴും. ഒരു ബോളോ എന്തെങ്കിലും മുകളിലേക്ക് പോകുന്നു. അപ്പോൾ ആ പോകുന്ന വെലോസിറ്റിയാണ് ഇനിഷ്യൽ വെലോസിറ്റി v0. പിന്നെ ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നതാണ് അതിൻ്റെ റേഞ്ച്. അതായത് ഹൊറിസോണ്ടലി എത്ര അത് അത് കഴിഞ്ഞ് അത് എത്തുന്ന സ്ഥലമാണ്, തിരിച്ച് ഗ്രൗണ്ടിലേക്ക് എത്തി. അതിനെയാണ് നമ്മൾ റേഞ്ച് എന്ന് പറയുന്നത്. പിന്നെ ഇതിങ്ങനെ ഇവിടെ എത്തി, ഇത് ഏറ്റവും ടോപ്പ് പോയിന്റിലെത്തി. ടോപ്പ് പോയിന്റിൽ നിന്ന് ഇതുവരെയുള്ളതാണ് അതിൻ്റെ ഹൈറ്റ്, മാക്സിമം ഹൈറ്റ്. ഓക്കെ, അത് മനസ്സിലായല്ലോ. അപ്പോൾ ഇവിടെ ഈ വെലോസിറ്റി ഇങ്ങോട്ട് വരും. ഓരോ തരത്തിലും വെലോസിറ്റി എന്ന് പറയുന്നത് ഇതിൻ്റെ ടാൻജൻ്റ് ആയിരിക്കും, ഇതിൻ്റെ ടാൻജൻറ്റ്. അപ്പോൾ ഇവിടെ വരുമ്പോഴത്തേക്കും ഈ വെലോസിറ്റി ഇങ്ങനെ വരും. ഓക്കെ, v0 അല്ല, v0 അല്ല, ഇവിടുത്തെ വെലോസിറ്റി, ഈ പോർഷനിലെ വെലോസിറ്റി. അപ്പോൾ ഓരോ തരത്തും ഈ വെലോസിറ്റി മാറും. പക്ഷെ ഇവിടെ മാത്രം, ബാക്കി എല്ലായിടത്തും വെലോസിറ്റി മാറും. അപ്പം നമ്മൾ മറ്റേതിൽ പഠിച്ച പോലെ തന്നെ ഈ എല്ലാ വെലോസിറ്റിക്കും ഒരു ഹൊറിസോണ്ടൽ കമ്പോണൻ്റ് ഉണ്ടാവും, വെർട്ടിക്കൽ കമ്പോണൻ്റ് ഉണ്ടാവും. ഇത് vy, ഇത് vx. അപ്പോൾ ഓരോ തരത്തും ഇതിന് മാത്രം വെർട്ടിക്കൽ കമ്പോണൻ്റ് കാണത്തില്ല, കാരണം ഇത് ഹൊറിസോണ്ടലി തന്നെയാണ് നിൽക്കുന്നത്. കറക്റ്റ് ഏറ്റവും ടോപ്പ് മോസ്റ്റ് പോയിന്റിൽ വരുമ്പം അത് v മാത്രമേ ഉള്ളൂ, ഇത് 0 ആയിട്ട് വരും. ബാക്കി എല്ലായിടത്തും നമുക്ക് വെർട്ടിക്കൽ കമ്പോണൻ്റ് ഉണ്ടാവും, ഹൊറിസോണ്ടൽ കമ്പോണൻറ്റും ഉണ്ടാവും. അപ്പോൾ ഇതിങ്ങനെ മൂവ് ചെയ്തു. ഈ ഹൊറിസോണ്ടൽ കമ്പോണൻ്റ് മിക്കവാറും എല്ലായിടത്തും സെയിം ആയിരിക്കും, കാരണം ഈ ഹൊറിസോണ്ടൽ കമ്പോണൻറ്റിന് ഒരു മാറ്റവും വരുന്നില്ല. വെർട്ടിക്കൽ കമ്പോണൻ്റ് ആണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഡയറക്ഷൻ എല്ലാം മാറി മാറി ഇവിടേക്ക് എത്തിച്ചേരുന്നത്. ഓക്കെ, അപ്പം ഇതിൽ ഹൈറ്റ് മാക്സ്, ഈ മാക്സിമം ഹൈറ്റ്, ഇവിടെ എല്ലാം ഹൈറ്റ് ഉണ്ടല്ലോ, ഈ ഓരോ പോയിന്റിലും ഇതിന് ഹൈറ്റ് ഉണ്ട്. ബട്ട് മാക്സിമം ഹൈറ്റ് എന്ന് പറയുന്നത് v0 sin θ0 by 2g. തീറ്റ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ തീറ്റ ഇനിഷ്യൽ θ0 എന്ന് പറയുന്നത് ഇനിഷ്യലി ഇതങ്ങോട്ട് പ്രൊജക്റ്റ് ചെയ്യുന്ന സമയത്ത്, അങ്ങോട്ട് എറിയുന്ന സമയത്ത് അതിലുണ്ടാവുന്ന ആ ആംഗിൾ, വെലോസിറ്റി മേക്ക് ചെയ്യുന്ന ആംഗിൾ വിത്ത് ഹൊറിസോണ്ടൽ. സോ ദ ആംഗിൾ തീറ്റ ഈസ് ദ ആംഗിൾ that made that velocity makes with ഹൊറിസോണ്ടൽ ആക്സിസുമായിട്ട് ഈ വെലോസിറ്റി ഉണ്ടാക്കുന്ന ആംഗിളാണ് നമ്മുടെ ഈ തീറ്റ, ഇനിഷ്യൽ ആംഗിൾ. അത് തീറ്റ. ജി നമുക്കറിയാമല്ലോ, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. അതേപോലെ തന്നെ അതാണ് ഹൈറ്റ് മാക്സ്, ഈ ഹൈറ്റ് മാക്സ്. അപ്പോൾ ചില കേസിൽ നമ്മളോട് ഹൈറ്റ് ആയിരിക്കും ചോദിക്കുന്നുണ്ടാവുക, ചില കേസിൽ ഈ റേഞ്ച്, ഇവിടെ നിന്ന് ഇവിടെ വരെ എത്ര മീറ്റർ ദൂരത്തിൽ ഇങ്ങനെ ഒരു സാധനം, ഒരു ബോളോ ഒരു പാർട്ടിക്കിളോ ഒക്കെ എറിഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ എത്തും എന്ന് അത് ചോദിക്കാം. അതുപോലെ തന്നെ ചിലപ്പോൾ ഹാഫ് ആയിരിക്കും. അപ്പോൾ പ്രോബ്ലം നിങ്ങൾ നോക്കിയെടുക്കുക. ഇത് 2023 ഒരു പ്രോബ്ലം ആണ്. അതായത് പ്രൊജക്റ്റൈൽ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ പ്രൊജക്റ്റൈൽ മോഷനിലെ പ്രോബ്ലം ആണ്. ഈസ് ത്രോൺ അറ്റ് എ സ്പീഡ് v. അതിൻ്റെ സ്പീഡ് പറഞ്ഞിട്ടുണ്ട് v, അതായത് ഇനിഷ്യൽ സ്പീഡാണ് v, ആൻഡ് അറ്റ് ആൻ ആംഗിൾ തീറ്റ വിത്ത് ഹൊറിസോണ്ടൽ. ഇഫ് ദ സ്പീഡ് അറ്റ് ഇറ്റ്സ് മാക്സിമം ഹൈറ്റുള്ള സ്പീഡ് പറഞ്ഞിട്ടുണ്ട് v/3. ദെൻ ദ വാല്യൂ ഓഫ് ടാൻ തീറ്റ തന്നിട്ടുണ്ട്, ടാൻ തീറ്റ. അപ്പോൾ നമുക്ക് വരയ്ക്കാം. ഒരു പ്രൊജക്റ്റൈൽ, ഒരു ബോൾ എന്തെങ്കിലും പ്രൊജക്റ്റൈൽ മോഷനിൽ ഇങ്ങനെ പോയി അത് ഇവിടെ എത്തി. നമുക്ക് എന്തൊക്കെയാണ് തന്നേക്കുന്നത്? ഇതാണ് ഇതിൻ്റെ മാക്സിമം ഹൈറ്റ് എന്ന് വിചാരിക്കുക, h മാക്സ്. ഓക്കെ, ഇനിഷ്യൽ ഒരു വെലോസിറ്റിയിൽ അത് പോകുന്നുണ്ട്. ഇനിഷ്യൽ വെലോസിറ്റി ഇങ്ങനെ ഈ ഒരു വെലോസിറ്റിയിലാണ് അത് പോകുന്നത്. ഇനിഷ്യൽ വെലോസിറ്റി എത്രയാണെന്നാണ് പറഞ്ഞേക്കുന്നത്? v. ഇനിഷ്യൽ വെലോസിറ്റി v തന്നിട്ടുണ്ട്. ഇറ്റ് മേക്സ് ആൻ ആംഗിൾ തീറ്റ വിത്ത് ഹൊറിസോണ്ടൽ, അതും തന്നിട്ടുണ്ട്. പിന്നെ പറഞ്ഞേക്കുന്നത് ഇവിടുത്തെ വെലോസിറ്റി, ഈ പോയിന്റിൽ, അതായത് മാക്സിമം പോയിന്റിലെ വെലോസിറ്റിയാണ് v/3. ഇത് രണ്ടും നമുക്ക് തന്നിട്ടുണ്ട്. നമുക്കറിയാം ഇത് v/3 ആണ്, ഇത് v ആണ്. അപ്പോൾ ഈ vനെ നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ vxഉം ഈ v ഇങ്ങോട്ട് നീക്കി എഴുതുവാണ്. ഇങ്ങനെ ഒരു ഹൊറിസോണ്ടൽ കമ്പോണൻ്റ് ഉണ്ടാവും, ഒരു വെർട്ടിക്കൽ കമ്പോണൻ്റ് ഉണ്ടാവും. ഇത് എത്രയാണ്? ഈ വെലോസിറ്റി ഈ വെർട്ടിക്കൽ വെലോസിറ്റി, അതായത് vy എന്ന് പറയുന്നത് എല്ലായിടത്തും ഡിഫറൻ്റ് ആയിരിക്കും.
ഇവിടെ എല്ലായിടവും ഇതിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത് ഇതിൻ്റെ ടാൻജൻ്റ് ആയിരിക്കും. അപ്പോൾ എല്ലായിടവും ഹൊറിസോണ്ടൽ വെലോസിറ്റി, ഈ ഹൊറിസോണ്ടൽ വെലോസിറ്റി എല്ലായിടവും സെയിം ആയിരിക്കും. ഹൊറിസോണ്ടൽ കമ്പോണൻ്റ് ഓഫ് വെലോസിറ്റി ഇത് Vx ആണ്, ഇത് Vy ആണ്, ഇത് V0 ആണ് നമുക്ക് V എന്ന് പറഞ്ഞേക്കുന്നത്. ഇത് V1 V2 V എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. താഴേക്ക് വരുമ്പോഴോ ഇവിടെ വരുമ്പോൾ V ഇങ്ങനെ പോകും. അതിൻ്റെ ഹൊറിസോണ്ടൽ കമ്പോണൻ്റ്, ഈ ഹൊറിസോണ്ടൽ കമ്പോണൻ്റ് എല്ലായിടത്തും സെയിം ആയിരിക്കും. അപ്പോൾ ഇവിടുത്തെ ഹൊറിസോണ്ടൽ കമ്പോണൻ്റ് തന്നെയായിരിക്കും ഇവിടെ എൻഡിൽ വരുമ്പോഴും ഇവിടെ വരുമ്പോഴും ഈ എൻഡിലൊക്കെ വരുമ്പോഴും എല്ലാം ഹൊറിസോണ്ടൽ സെയിം ആയിരിക്കും. വെർട്ടിക്കൽ ഇസ് ഡിഫറെൻറ്റ്. അപ്പോൾ ഇല്ലല്ലോ. അപ്പോൾ നമ്മുടെ ഹൊറിസോണ്ടൽ കമ്പോണൻ്റ്, ഈ ഹൊറിസോണ്ടൽ കമ്പോണൻ്റ് VH അല്ലേ? അപ്പോൾ VH എന്ന് പറയുന്നത് എന്തായിരിക്കും ഇവിടെ? VH അല്ല VX എന്ന് പറഞ്ഞതിൻ്റെ ഹൊറിസോണ്ടൽ കമ്പോണൻ്റ് അതെന്ന് പറയുന്നത് ഈ V ഇനിഷ്യൽ വെലോസിറ്റി V ആൻ തന്നിട്ടുണ്ട്. V ഇൻറ്റു കോസ് തീറ്റ. അതെങ്ങനെയാണ് വന്നതെന്ന് മനസ്സിലാവില്ല. ഇത് തീറ്റ, അതിൻ്റെ ഹൊറിസോണ്ടൽ കമ്പോണൻ്റ് കോസ് തീറ്റ ആയിരിക്കും. വെർട്ടിക്കൽ കമ്പോണൻ്റ് എന്ന് പറഞ്ഞാൽ V സൈൻ തീറ്റ ആയിരിക്കും. അപ്പോൾ V കോസ് തീറ്റ എന്ന് പറഞ്ഞിട്ടുണ്ട് V. പിന്നെ നമ്മുടെ ഇവിടുത്തെ ഹൊറിസോണ്ടൽ കമ്പോണൻ്റ് എന്താണ്? അതും സെയിം തന്നെയാണല്ലോ. അറ്റ് സെൻറ്ററിൽ പറഞ്ഞേക്കുന്നത് V/3. അപ്പം നമുക്ക് ഇത് രണ്ടും ഇക്വേറ്റ് ചെയ്യാമല്ലോ. ഈ എല്ലാ ഹൊറിസോണ്ടൽ കമ്പോണൻറ്റും സെയിം ആയിരിക്കും. അപ്പം ഈ Vx തന്നെയാണ്. വെർട്ടിക്കൽ ഡിഫറെൻ്റ് ആയിരിക്കും. ഇവിടെ വെർട്ടിക്കൽ 0 ആണ്. അപ്പം നമുക്ക് V കോസ് തീറ്റ ഈസ് ഈക്വൽ ടു V/3. അപ്പം നമുക്ക് ഈ Vയും ക്യാൻസൽ ചെയ്യാം. അപ്പോൾ കോസ് തീറ്റ ഈസ് ഈക്വൽ ടു 1/3 നോക്കാം. പക്ഷെ നമ്മളോട് ചോദിച്ചേക്കുന്നത് എന്തുവാ? ടാൻ തീറ്റയാണ്. അപ്പം നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? കോസ് ഇൻവേഴ്സ് 1/3 കണ്ടുപിടിക്കാൻ നമ്മുടെ കയ്യിൽ വകുപ്പൊന്നുമില്ല. അപ്പം നമുക്ക് നമ്മുടെ ട്രയാങ്കിളിലേക്ക് പോകാം. ഒരു ട്രയാങ്കിൾ വരയ്ക്കാം. ഓക്കെ, ഇത് തീറ്റയാണെന്ന് വിചാരിച്ചോ. തീറ്റയാകുമ്പോൾ കോസ് തീറ്റ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ട്ന്യൂസ്. അപ്പോൾ ഇതിൻ്റെ അഡ്ജസൻറ്റ് സൈഡ് ഇതാണ് അല്ലേ? ഇത് ഹൈപ്പോട്ട്ന്യൂസ്. നമുക്കിതൊന്നും അറിയത്തില്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ കോസ് തീറ്റ അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ട്ന്യൂസ്. പക്ഷെ നമുക്ക് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത് ടാൻ തീറ്റയാണ്. ടാൻ തീറ്റ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ട്ന്യൂസ് അല്ലേ? ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ട്ന്യൂസ് ആണ്. അപ്പോൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് എന്താ വരുന്നത്? പൈതഗോറസ് തിയറം വെച്ചിട്ട് ഇത് നമ്മൾ എന്തെന്ന് പറയണം? ഇതൊരു ABC എന്ന് പറയാം. അപ്പോൾ AB എന്ന് പറയുന്നത് എന്തായിട്ട് വരും? റൂട്ട് ഓഫ് ഹൈപ്പോട്ട്ന്യൂസ് സ്ക്വയർ മൈനസ് അറിയാവുന്നതിൻ്റെ സ്ക്വയർ. ഇത് കണ്ടുപിടിക്കാനാണ്. അപ്പോൾ റൂട്ട് ഓഫ് 3ൻ്റെ സ്ക്വയർ 9 മൈനസ് 1. അപ്പോൾ എന്ത് വന്നു? √8. അപ്പോൾ ഇതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് √8 ആണ്. അപ്പോൾ അതങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ടാൻ തീറ്റ ഓപ്പോസിറ്റ് സൈഡ് എത്രയാണ്? √8 ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ട്ന്യൂസ് എന്ന് പറഞ്ഞാൽ 1. അപ്പോൾ ആൻസർ ഈസ് √8. √8 വല്ലതും ഉണ്ടോ എന്ന് നോക്കിയാൽ √8 ആയിട്ട് കാണുന്നില്ല. അപ്പം നമുക്കിതിനെ എന്താക്കാം? 8 എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം? 2 × 2 × 2. ഇപ്പോൾ റൂട്ട് മാറ്റി കഴിയുമ്പോൾ നമുക്ക് ഒരു 2 പുറത്തെടുക്കാം. ഈ രണ്ടെണ്ണത്തിനെ വെച്ചിട്ട് 2√2 കിട്ടിയല്ലോ. സിമ്പിൾ അല്ലേ? അപ്പം ഇങ്ങനെ. അപ്പോൾ എന്തുമാണ് തന്നിരിക്കുന്നത് നോക്കുക. എല്ലായിടത്തും ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഇവിടുത്തെ വാല്യൂ തന്നിട്ടുണ്ട് V/3 എന്ന്. ആ ഹൊറിസോണ്ടൽ കമ്പോണൻറ്റും ഈ ഹൊറിസോണ്ടൽ കമ്പോണൻറ്റും നമുക്ക് ഇക്വേറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ എങ്ങനെയെങ്കിലും ഇതുമായിട്ടൊരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് നോക്കണം. അങ്ങനെയാണ് നമുക്ക് ഇത് രണ്ടും തന്നേക്കുന്നത്. അതായത് ഇനീഷ്യലിലെ സ്പീഡ് തന്നിട്ടുണ്ട്, അതിൻ്റെ ആംഗിൾ തീറ്റയാണെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് V ആണെങ്കിൽ ഇത് ഈ ഹൊറിസോണ്ടൽ കമ്പോണൻ്റ് ആയിരിക്കും V കോസ് തീറ്റ. ആ V കോസ് തീറ്റയും ഈ V/3യും കൂടെ നമ്മൾ ഇക്വേറ്റ് ചെയ്യുന്നു. അതിൽ V ക്യാൻസൽ ചെയ്തു പോകും. കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ 1/3. അപ്പോൾ ഇങ്ങനെ വന്ന് നമുക്ക് നോർമലി 1/2 ഒക്കെ ആണെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാം. പക്ഷേ 1/3 ആണെങ്കിൽ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? 30 വല്ല 60 വല്ല ഒന്നുമല്ല, 45 അല്ല. അപ്പം നമ്മൾ ഇങ്ങനെ ഒരെണ്ണം വരച്ച് നോക്കുക. അതിൻ്റെ അഡ്ജസൻറ്റ് സൈഡ് ഇത് ഹൈപ്പോട്ട്ന്യൂസ് ആണ്. അങ്ങനെയാണെങ്കിൽ ഇത് നമുക്ക് പൈതഗോറസ് തിയറം വെച്ച് കണ്ടുപിടിക്കാം. √8 കിട്ടി. അങ്ങനെയാണെങ്കിൽ ടാൻ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ √8/1 √8 കിട്ടി. അപ്പോൾ √8 ആയിട്ട് ഇവിടെ തരാത്തതുകൊണ്ട് നമ്മൾ പിന്നെ അതിനെ ഒന്നുകൂടെ സ്പ്ലിറ്റ് അപ്പ് ചെയ്തു. 2 × 2 × 2 ഒരു 2 പുറത്തെടുത്തു, √2 എടുത്തു. ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അടുത്ത പ്രോബ്ലം ചെയ്യാം. ഓക്കെ, അടുത്ത പ്രോബ്ലം 2020 ഒരു പ്രോബ്ലം ആണ്. പ്രൊജക്ടൈൽ മോഷൻ്റെ 2 projectiles P and Q thrown with velocities V and V/2 respectively. അതായത് P V കൊണ്ടും Qൻ്റെ ഇനിഷ്യൽ വെലോസിറ്റി V/2 ആണ്.
ഹാവ് ദ സെയിം റേഞ്ച് സെയിം ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇഫ് ക്യൂ ഈസ് ത്രോൺ അറ്റ് ആൻ ആംഗിൾ 15 ഡിഗ്രി, അതായത് പി ക്യൂ ആണ്, v/2 ആണ്. ക്യൂ ആണ് 15 ഡിഗ്രി ടു ദ ഹൊറിസോണ്ടൽ, പി മസ്റ്റ് ബി ത്രോൺ അറ്റ് ആൻ ആംഗിൾ ഓഫ്, പിൻ്റെ ആംഗിളാണ് ചോദിച്ചേക്കുന്നത്. അപ്പം നമുക്കത് വരച്ചു നോക്കാം. ഇങ്ങനെ ഒരെണ്ണം പി ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്തു, ഇതാണ് ഇതിൻ്റെ റേഞ്ച്. ഓക്കെ, ആർ. പി ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്തു, അതിൻ്റെ വെലോസിറ്റി വി എന്ന് പറഞ്ഞിട്ടുണ്ട്, ഇത് പി ആണ്. അടുത്തത് ഇങ്ങനെ, പിൻ്റെ ആംഗിൾ എന്ന് പറയുന്നത് പിയുടെ ആംഗിളാണ്, പിയുടെ ആംഗിൾ നമുക്ക് തന്നിട്ടില്ല, അതാണ് കണ്ടുപിടിക്കേണ്ടത്, തീറ്റ. പിയുടെ ആംഗിൾ തീറ്റ എന്ന് വിചാരിക്കാം. ഇനി ഇത് നമ്മുടെ ക്യൂ, രണ്ടാമത്തേത് ക്യൂ രണ്ടിൻ്റെ റേഞ്ച് സെയിമാണ്, അതായത് രണ്ടും സ്റ്റാർട്ട് ചെയ്യുന്ന ഒരിടത്തുനിന്ന് എൻഡ് ചെയ്യുന്ന ഒരിടത്തുനിന്ന്, ഇനി രണ്ട് ഡിഫറെൻ്റ് ആണെങ്കിൽ തന്നെയും റേഞ്ച് സെയിം ആണ്. ഇനി ഇത് വി ഓഫ് പി അത് തന്നിട്ടുണ്ട്. ഇനി വി ഓഫ് പി ഈസ് ഈക്വൽ ടു വി ആണ്. വി ഓഫ് ക്യൂ എത്രയാണ് പറഞ്ഞേക്കുന്നത്? വി ഓഫ് ക്യൂ ഈസ് ഈക്വൽ ടു v/2. ഇതിൻ്റെ വി തന്നിട്ടുണ്ട്, അതിൻ്റെ വി തന്നിട്ടുണ്ട്. ഇനി നമ്മൾ പറയേണ്ടത്, നമുക്ക് റേഞ്ചിൻ്റെ ഇക്വേഷൻ അറിയാം, രണ്ടിൻ്റെ റേഞ്ച് സെയിം ആണ്. അപ്പം റേഞ്ചിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് മറന്നു പോകണ്ട, v0² sin 2θ/g ആണ് എന്ത് റേഞ്ചിൻ്റെ ഇക്വേഷൻ. അപ്പം ഇതിന് നമുക്കറിയാം ഓരോന്നിൻ്റെയും വ്യത്യാസം ഉണ്ടാവും. നമുക്ക് ആദ്യം റേഞ്ച് ഓഫ് പി എടുക്കാം. പി ഈക്വൽ ടു, ഇതിൻ്റെ വി എത്രയാ? റേഞ്ച് ഓഫ് പിൻ്റെ വെലോസിറ്റി, ഇനിഷ്യൽ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ v² sin 2θ. വിൻ്റെ പി നമുക്കറിയത്തില്ല, പിൻ്റെ തീറ്റ നമുക്കറിയത്തില്ല, തീറ്റ ഓഫ് പി ഡിവൈഡഡ് ബൈ ജി. ഇനി ഇതുപോലെ റേഞ്ച് ഓഫ് ക്യൂ എടുക്കാം. റേഞ്ച് ഓഫ് ക്യൂ ഇസ് ഈക്വൽ ടു, ക്യൂവിൻ്റെ വെലോസിറ്റി എത്രയാ? v/2. അപ്പോൾ v/2 ദ ഹോൾ സ്ക്വയർ സൈൻ തീറ്റ ക്യൂ. തീറ്റ ഓഫ് ക്യൂ എന്ന് പറയുന്നത് എത്രയാന്ന് തന്നിട്ടുണ്ട്? 15 ഡിഗ്രി. 15 ഡിഗ്രി, അതായത് ഇത് ഈ ബ്ലൂ തീറ്റ ക്യൂ ഈക്വൽ ടു 15 ഡിഗ്രി. അപ്പോൾ തീറ്റ ക്യൂ എന്ന് പറയുന്നത് 15 ഡിഗ്രി തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ സൈൻ 2θ/Q/g അല്ലേ, അത് വന്നിട്ട് v²/4, ഇത് സ്ക്വയർ ചെയ്തതാണ്, സൈൻ 2 × 15 ഡിവൈഡഡ് ബൈ ജി. ഇപ്പം എന്താ പറഞ്ഞേക്കുന്നത്? അതിന് നമുക്ക് എങ്ങനെ എഴുതാം? v²/4 സൈൻ 30 ഡിവൈഡഡ് ബൈ ജി. ഇത് റേഞ്ച് ഓഫ് പി, ഇത് റേഞ്ച് ഓഫ് ക്യൂ. ഓക്കെ, നമുക്കിത് രണ്ടും കൂടെ ഇക്വേറ്റ് ചെയ്യണം. ഇത് രണ്ടും നമുക്ക് ഇക്വേറ്റ് ചെയ്യാം, കാരണം റേഞ്ച് ഓഫ് പി ഇസ് ഈക്വൽ ടു റേഞ്ച് ഓഫ് ക്യൂ ആയതുകൊണ്ട് v² സൈൻ 2θp ഡിവൈഡഡ് ബൈ ജി ഈസ് ഈക്വൽ ടു എന്താണ്? v²/4 സൈൻ 30/g. ഇനി ഒരേപോലെയുള്ളതൊക്കെ ക്യാൻസൽ ചെയ്യാം. v² പോയി, g പോയി, ഇവിടെ ഒരു v² പോയി, g പോയി. അപ്പം സൈൻ 2θp എന്ന് പറയുന്നത് സൈൻ 30 ഡിവൈഡഡ് ബൈ 4. സൈൻ 30യുടെ വാല്യൂ എന്താ? സൈൻ 30 ഇനി നിങ്ങൾക്ക് കാണാതെ അറിയത്തില്ലെങ്കിൽ നമുക്ക് മറ്റേ നമ്മുടെ ട്രയാങ്കിൾ വരയ്ക്കാം. അതായത് ഇതാണ് നമ്മുടെ 1, ഇത് 30, ഇത് √3, അല്ല സോറി 2, 30യുടെ അടുത്ത് √3. അപ്പോൾ ചോദിച്ചേക്കുന്നത് എന്താ? സൈൻ 30. സൈൻ 30 ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് 1/2 അല്ലേ. അപ്പോൾ സൈൻ 30 നമുക്ക് 1/2 ഇടാം. അപ്പോൾ 1/2, പിന്നെ 4 താഴെ ഉണ്ടല്ലോ, ഈക്വൽ ടു 1/8. അപ്പോൾ 2θp എന്ന് പറയുന്നത് എന്ത് വരും? സൈൻ ഇൻവേഴ്സ് 1/8. നമ്മളോട് θp അല്ലേ ചോദിച്ചത്? θp ഇസ് ഈക്വൽ ടു 2 താഴേക്ക് പോകും, ഹാഫ് സൈൻ
ഇൻവേഴ്സ് 1/8. ഇതായിരിക്കും ആൻസർ. അതുണ്ടോ നോക്കി ഇവിടെ, ഹാഫ് സൈൻ ഇൻവേഴ്സ് 1/8. സോ ഇതാണ് ആൻസർ. അപ്പോൾ ഇത് വളരെ ഈസി ക്വസ്റ്റ്യൻ അല്ലേ? നമ്മൾ നോക്കുക എന്തൊക്കെയാണ് തന്നിരിക്കുന്നത് നോക്കുക. പി ആണ്, ക്യൂ ആണ്, ഇനിഷ്യൽ വെലോസിറ്റി തന്നിട്ടുണ്ട്, രണ്ടിൻ്റെ റേഞ്ച് ഈക്വൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഈ ഇത് കാണാമോ? അപ്പോൾ ഈ റേഞ്ച് നമ്മൾ എപ്പോഴും ഇക്വേഷൻ ഓർത്തിരിക്കുക, റേഞ്ചിൻ്റെ ഇക്വേഷൻ ഓർത്തിരിക്കുക, എന്നിട്ട് നമ്മൾ അത് അപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം, അല്ലെങ്കിൽ കമൻറ്റ് ചെയ്യാം. കമൻറ്റിലൂടെ നിങ്ങൾക്ക് പറയാം. നിങ്ങൾ പ്രോബ്ലംസ് എല്ലാം ചെയ്ത് നോക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.